ഇസ്രായേലിൽ യുദ്ധകാര്യ മന്ത്രിസഭ പിരിച്ചുവിട്ടതിന് പിന്നാലെ വലിയ പ്രതിഷേധം നെതന്യാഹുവിനെതിരെ അവിടെ ഉയർന്നുവരികയാണ്. ഗസയിൽ അധിനിവേശം ആരംഭിച്ചതിന് പിന്നാലെയാണ് അവിടെ സൈനിക നീക്കമൊക്കെ ഏകോപിപ്പിക്കാൻ വേണ്ടി 6 അംഗ ക്യാബിനറ്റ് രൂപീകരിച്ചത്. പക്ഷേ അവിടെ ബന്ദിമോചനം വൈകുന്നതിലും അതുപോലെ തന്നെ വെടിനിർത്തൽ കരാർ നടപ്പാക്കുന്നതിലുമൊക്കെ നെതന്യാഹു എടുക്കുന്ന നിലപാടുകൾക്കെതിരെ വലിയ ഭിന്നത യുദ്ധകാര്യ ക്യാബിനറ്റിലുണ്ടായിരുന്നു. അതിന് പിന്നാലെ 3ഓളം പേർ യുദ്ധകാര്യ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തതോടുകൂടിയാണ് ഈ ക്യാബിനറ്റ് പിരിച്ചുവിടാൻ നെതന്യാഹു തയ്യാറായത്. ഇതോടുകൂടി ഇസ്രായേൽ ഭരണകൂടം വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ഇത് ഏത് രീതിയിലായിരിക്കും ഇസ്രായേൽ ഗസ സംഘർഷത്തെ ബാധിക്കുക, അതിൻ്റെ പ്രതിഫലനം ഏത് രീതിയിലായിരിക്കും എന്നാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ദൗസർ, ഈ യുദ്ധകാര്യ മന്ത്രിസഭ പിരിച്ചുവിടേണ്ടി വന്നത് അത് നെതന്യാഹുവിൻ്റെ വലിയൊരു പരാജയമായി വിലയിരുത്തണം. അല്ല, യുദ്ധകാര്യ മന്ത്രിസഭ ഈ വാർ ക്യാബിനറ്റ് എന്ന് പറയുന്ന സംവിധാനം ഈ ഒക്ടോബർ 7-ന് ശേഷം ഒക്ടോബർ 11-നാണ് ഫോം ചെയ്യപ്പെടുന്നത്. അപ്പോൾ യുദ്ധകാര്യ മന്ത്രിസഭ പിരിച്ചുവിട്ടത് കൊണ്ട് അവിടുത്തെ ഒരു അഡ്മിനിസ്ട്രേഷനിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊന്നും വരാൻ പോകുന്നില്ല. കാരണം എന്ന് വെച്ചാൽ മന്ത്രിസഭ അവിടെ ഉണ്ട്. ഇത് സവിശേഷമായി നമ്മളൊരു യുദ്ധത്തെ അഭിമുഖീകരിക്കുകയാണ്, അപ്പോൾ നമ്മൾ ഒന്നിച്ചു നിൽക്കണം എന്നൊരു സന്ദേശം ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, പ്രതിപക്ഷത്തെ കൂടെ ഈ യുദ്ധത്തിൻ്റെ ഭാഗമാക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് വാർ ക്യാബിനറ്റ് രൂപപ്പെടുന്നത്. വാർ ക്യാബിനറ്റ് രൂപീകരിക്കണം എന്ന ആവശ്യം ഉന്നയിക്കുന്നത് ബെനി ഗാൻസ് ആണ്. ബെനി ഗാൻസ് എന്ന് പറയുന്നത് നാഷണൽ യൂണിറ്റി പാർട്ടി, പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള നാഷണൽ യൂണിറ്റി പാർട്ടിയുടെ നേതാവാണ് ബെനി. ബെനിയുടെ നിർദ്ദേശപ്രകാരമാണ് വാർ ക്യാബിനറ്റ് രൂപീകരിച്ചത്. അപ്പോൾ അദ്ദേഹവും ഞാൻ സർക്കാരിൻ്റെ ഭാഗമാണെങ്കിൽ ഈ ക്യാബിനറ്റ് നമ്മുടെ നിലവിലുള്ള ക്യാബിനറ്റല്ല, സവിശേഷമായൊരു വാർ ക്യാബിനറ്റ് രൂപീകരിച്ച് അവരായിരിക്കണം യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് എന്നൊരു കണ്ടീഷൻ പുള്ളി വെക്കുന്നു. അങ്ങനെയാണ് വാർ ക്യാബിനറ്റ് രൂപീകരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ശനിയാഴ്ച ഈ ബെനി ഗാൻസും പിന്നെ ഗദി ഐസൻകോട്ട് എന്ന് പറയുന്ന നാഷണൽ യൂണിറ്റി പാർട്ടിയുടെ 2 മന്ത്രിമാർ വാർ ക്യാബിനറ്റിൽ നിന്ന് രാജിവെച്ചു. അപ്പം ബെനി ഗാൻസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം പഴയ ജനറലാണ്, IDF ജനറലാണ്. ഐസൻകോട്ട് എന്ന് പറയുന്നത് IDFൻ്റെ ചീഫായിരുന്നു. എന്ന് പറഞ്ഞാൽ നല്ല യുദ്ധത്തെക്കുറിച്ച് നല്ല അനുഭവ സമ്പത്തുള്ള ആളുകളാണ്, ഫീൽഡിൽ യുദ്ധം ചെയ്തിട്ടുള്ള മനുഷ്യരാണ്. IDFൻ്റെ ചീഫായിരുന്നു, മറ്റൊരാൾ ജനറലായിരുന്നു. എന്ന് മാത്രമല്ല, ഈ യുദ്ധത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ ഈ ഐസൻകോട്ടിൻ്റെ ഒരു മകൻ കൊല്ലപ്പെടുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു കസിനും കൊല്ലപ്പെടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പാട്രിയോട്ടിസം ചോദ്യം ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ യുദ്ധത്തിൽ അദ്ദേഹത്തിനുള്ള കമ്മിറ്റ്മെൻ്റൊന്നും ഇസ്രായേലിനകത്ത് ചോദ്യം ചെയ്യാത്ത വിധം ആ നിലക്ക് ആ സമൂഹത്തിൽ സ്വീകരിക്കപ്പെട്ടുള്ള 2 നേതാക്കന്മാരാണ്. അപ്പോൾ ഈ വാർ ക്യാബിനറ്റ് പിരിച്ചുവിടുന്നതിന് നെതന്യാഹു പറഞ്ഞ ന്യായം, ഈ വാർ ക്യാബിനറ്റ് രൂപീകരിച്ചത് എന്താണ്, ബെനിയുടെ നിർദ്ദേശപ്രകാരമാണ് രൂപീകരിച്ചത്. ബെനി രാജിവെച്ചാൽ പിന്നെ അതിന് അർത്ഥമില്ലല്ലോ എന്ന് പറഞ്ഞ് വാർ ക്യാബിനറ്റ് രൂപീകരിക്കുന്നു. എന്നിട്ട് ഇപ്പോൾ അദ്ദേഹം ഒരു സെക്യൂരിറ്റി ക്യാബിനറ്റ്, ഇതിനകത്ത് നിന്ന് തന്നെയുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത പിന്നെ അഡ്വൈസറുണ്ട്, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, അതേമാതിരി നാഷണൽ പ്ലാനിംഗ് മിനിസ്റ്റർ, ഇവരെയൊക്കെ 1-2 ആളുകളെ ചേർത്തിട്ട് ഡിഫൻസ് മിനിസ്റ്റർ യോബ് ഗാലന്റ്, ഇവരെയൊക്കെ ചേർത്ത് സെക്യൂരിറ്റി ക്യാബിനറ്റ് രൂപീകരിച്ചിട്ടുണ്ട്. ഈ സെക്യൂരിറ്റി ക്യാബിനറ്റാണ് ഇനി യുദ്ധവുമായി ബന്ധപ്പെട്ട തീരുമാനം എടുക്കുക. അപ്പോൾ അതിലുള്ള പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ ഈ മന്ത്രിസഭയിലെ ഏറ്റവും ഭീകരന്മാരായിട്ടുള്ള 2 പേരുണ്ട്. ഈ ഫിനാൻസ് മിനിസ്റ്ററായിട്ടുള്ള ബെസാലിൽ സ്മോട്രിഷ്, അതേമാതിരി നാഷണൽ സെക്യൂരിറ്റി മിനിസ്റ്റർ ഇറ്റാമിർ ബെൻഗിവർ. 2 പേരും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പ്രമോദ് മുത്തലിഖ് അല്ലെങ്കിൽ പ്രഗ്യാ സിംഗ് ഠാക്കൂർ എന്നൊക്കെ പറയുന്ന ആ ടൈപ്പ് ആളുകളാണ്. അതിഭീകരന്മാരായിട്ടുള്ള തീവ്ര സയനിസ്റ്റുകളാണ്. അപ്പോൾ ബെനി ഗാൻസും ഐസൻകോട്ടും രാജിവെച്ചപ്പോൾ സാധാരണത്തിൽ വാർ ക്യാബിനറ്റിൽ നിന്ന് 2 മന്ത്രിമാർ രാജിവെക്കുമ്പോൾ, ഒരു യുദ്ധസമയത്ത് രാജിവെക്കുമ്പോൾ പൊളിറ്റീഷ്യൻസ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, മോശമായിപ്പോയി, ഈ സമയത്ത് അങ്ങനെ ഉണ്ടാകാൻ പാടില്ലായിരുന്നു, ബെനി ഇതിലിരിക്കണം എന്നൊക്കെയാണ് പറയുക. പക്ഷേ അന്ന് ഇത്താമിർ ബെൻഗവീർ നടത്തിയ പ്രസ്താവന, രാജിവെച്ചല്ലോ, അപ്പോൾ ആ 2 പോസ്റ്റുകൾ ഞങ്ങൾക്ക് തന്നേക്കണം എന്നാണ് ഇയാൾ പ്രസ്താവന. ആ മട്ടിൽ പ്രതികരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. പ്രതിപക്ഷത്തുള്ള ബെനിയോടോ അല്ലെങ്കിൽ ഐസൻകോട്ടിനോടോ ആലോചിക്കേണ്ട, തൻ്റെ കിച്ചൺ ക്യാബിനറ്റ് എന്ന് പറയാവുന്ന ഒരു സംവിധാനവുമായിട്ട് കൂടി ആലോചിച്ച് ചെയ്യാം എന്നുള്ളതായിരിക്കും അദ്ദേഹം കാണുന്നത്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ, പക്ഷേ ആസ് എ സൊസൈറ്റി, ഇസ്രായേൽ എന്ന് പറയുന്ന സൊസൈറ്റിയെ വെച്ച് നോക്കുമ്പോൾ അതിന് ഗുരുതരമായ വേറെ ചില അർത്ഥങ്ങളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിൽ ഇദ്ദേഹം പങ്കെടുക്കാൻ വരികയാണ്, ബെഞ്ചമിൻ നെതന്യാഹു പങ്കെടുക്കാൻ വരികയാണ്. അപ്പോൾ പങ്കെടുക്കാൻ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ചെറിയ പുസ്തകമുണ്ട്. അപ്പോൾ ഇസ്രായേലി പത്രങ്ങളിലൊക്കെ അദ്ദേഹം പങ്കെടുക്കാൻ വരുന്നതിൻ്റെ ഫോട്ടോസ് വന്നു. അപ്പോൾ പിറ്റേ ദിവസമാണ് ഈ സൈബർ മീഡിയയിലൊക്കെ ആളുകൾ ആ ഫോട്ടോ സൂം ഇൻ ചെയ്യുന്നത്.
ഫോട്ടോ സൂം ഇൻ ചെയ്യുമ്പോൾ അയാളുടെ കയ്യിൽ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം എന്ന് വെച്ചാൽ ദ റൈസ് ആൻഡ് ഫാൾ ഓഫ് ഏതൻസ് എന്ന് പറഞ്ഞിട്ട് ഗ്രീക്ക് സാമ്രാജ്യത്തിൻ്റെ തകർച്ചയെക്കുറിച്ച് എഴുതപ്പെട്ട ഏറ്റവും ക്ലാസിക്കലായിട്ടുള്ള ഒരു ചരിത്ര ഗ്രന്ഥമാണ്. AD 1-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട പുസ്തകമാണത്. അപ്പോൾ അത് ഇന്നിപ്പോൾ ഇസ്രായേലി മാധ്യമങ്ങൾ വലിയ ചർച്ചയായിട്ടുണ്ട്. അപ്പോൾ ദ റൈസ് ആൻഡ് ഫാൾ ഓഫ് ഏതൻസ് ബി അത് വായിച്ചിട്ടുണ്ടാകുമോ, അല്ലെങ്കിൽ ബി അത് വായിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ വരുന്നുണ്ട്. ചില ആളുകൾ നിർദ്ദേശിക്കുന്നുണ്ട് ബി ഇന്ന പേജുകളായി വായിക്കണം. പേജ് 245 അത് വായിക്കണം. പേജ് 245 എന്താണെന്ന് വെച്ചാൽ അന്ന് ഗ്രീക്കിലുണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ്, ആ നേതാവിൻ്റെ കൊള്ളരുതായ്മ ഈ ഗ്രീസിൻ്റെ തകർച്ചയിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചു എന്ന് പറയുന്നുണ്ട് അത്ര ആ പേജിൽ 245. അപ്പോൾ ഐ സജസ്റ്റ് 245. വേറെ ആളുകൾ ഐ സജസ്റ്റ് ദിസ് ചാപ്റ്റർ എന്നൊക്കെ പറഞ്ഞ് ധാരാളം കമൻറ്റ്സ് ഈ ഇസ്രായേലി സൈബർ സ്പേസിൽ വരുന്നുണ്ട്. അപ്പോൾ അത് പിന്നെ എന്നുവെച്ചാൽ ഇതാണ് അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അതിൻ്റെ ചരിത്രത്തിൽ അവരുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ, അവരുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഗുരുതരമായൊരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ്, ഒരു നിലനിൽപ്പ് ഭീഷണി നേരിടുന്ന അതിൻ്റെ ചരിത്രത്തിലെ 48-ന് ശേഷം ഏറ്റവും ഏറ്റവും ദീർഘമായ ഒരു യുദ്ധത്തെ നേരിടുന്ന ഒരു സന്ദർഭത്തിൽ അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഡിവൈഡായിട്ട് നിൽക്കുന്നു. പൊളിറ്റിക്കൽ ലീഡർഷിപ്പും മിലിറ്ററി ലീഡർഷിപ്പും തമ്മിലുള്ള ബന്ധം വളരെ മോശമാണ്. അതാണ് അതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത നമ്മൾക്ക് റിപ്പോർട്ട് ചെയ്താണ് ഈ പറയുന്ന രാവിലെ 7 മുതൽ വൈകുന്നേരം 7 വരെ ടാക്ടിക്കൽ ഹോൾട്ട്, ഈ റഫ ഭാഗത്ത് ഇതുണ്ടാവില്ല, ടാക്ടിക്കൽ ഹോൾട്ട് ഉണ്ടാവും എയ്ഡ് വരാൻ വേണ്ടിയിട്ട്. അതേക്കുറിച്ച് നെതന്യാഹു പരസ്യമായിട്ട് പറഞ്ഞാൽ എന്താ അറിയോ, ഇതാര് തീരുമാനിച്ചതാണ്? എന്നോടാരും സംസാരിച്ചിട്ടില്ല. ഇതൊന്നും ആലോചിച്ച് ഒരു യുദ്ധസമയത്ത് എടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട തീരുമാനത്തെക്കുറിച്ച് പ്രധാനമന്ത്രി ചോദിക്കുകയാണ് ഇതാര് തീരുമാനിച്ചതാണ്. അപ്പോൾ വി ഹാവ് എ കൺട്രി വിത്ത് എൻ ആർമി, നോട്ട് എൻ ആർമി വിത്ത് എ കൺട്രി എന്ന് അദ്ദേഹം പറയുകയാണ്. ഇത് രാജ്യമാണ് ആർമിയെ തീരുമാനിക്കുന്നത്, അല്ലാതെ ആർമിയല്ല രാജ്യത്തെ തീരുമാനിക്കുക എന്ന് ഈ പറയുന്ന പ്രധാനമന്ത്രി പരസ്യമായിട്ട് പറയുന്നിടത്തോളം പൊളിറ്റിക്കൽ ലീഡർഷിപ്പും മിലിറ്ററി ലീഡർഷിപ്പും തമ്മിലുള്ള വിയോജിപ്പ് അവിടെയുണ്ട്. പിന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭങ്ങൾ, എല്ലാ ശനിയാഴ്ചകളിലും വലിയ പ്രകടനങ്ങളാണ് ടെലവീവ് അടക്കമുള്ള നഗരങ്ങൾ നടക്കുന്നത്. ഒരു ആചാരം പോലെ ഈ പറയുന്ന അവരുടെ ഡിമാൻഡ് രണ്ടെണ്ണമാണ്: സീസ് ഫയർ, വെടിനിർത്തൽ വേണം, ഇലക്ഷൻ നടത്തണം. ഈ യുദ്ധകാലത്ത് അവരുടെ പ്രധാനപ്പെട്ട ഡിമാൻഡാണ് ഇലക്ഷൻ നടത്തണം. ഏതെങ്കിലും രാജ്യത്ത് അങ്ങനെ സംഭവിക്കും. അപ്പോൾ ഈ ശനിയാഴ്ച എന്താ സംഭവിച്ചാൽ, ഈ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് 4 ബന്ദികളെ ഇസ്രായേൽ മോചിപ്പിക്കുന്നുണ്ട്. ഈ യുദ്ധത്തിൽ ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിലിറ്ററി അച്ചീവ്മെൻറ്റാണ് ആ സംഭവം. 4 ബന്ദികളെ ജീവനോടെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ കണ്ട കാലം അത്രയും ഇവർ ഈ പണി മുഴുവൻ എടുത്തത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഹിസ്റ്ററിക്കൽ മൊമെൻ്റാണത്. അപ്പോൾ അത് നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായ ബൂസ്റ്റിംഗ് നൽകുന്നൊരു കാര്യമാണ്. പക്ഷേ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ മോചിപ്പിക്കപ്പെട്ട ബന്ദികളിൽ ഒരാൾ ഈ ശനിയാഴ്ച റാലിയെ അഭിസംബോധന ചെയ്യാണ് ടെലവീവിൽ. അദ്ദേഹം വന്നിട്ട് പറയുന്നത് ഈ ഏർപ്പാട് നിർത്തണം, എത്രയും പെട്ടെന്ന് ഹമാസുമായി ഒരു സീസ് ഫയറിലെത്തണം, എന്നിട്ട് ബാക്കിയുള്ളവരെയും കൂടി മോചിപ്പിക്കണം. കാരണം ഇങ്ങനെ ചെയ്താൽ ആളുകൾ കൊല്ലപ്പെടും. അതേ സമയത്ത് തന്നെയാണ് CNN ചാനൽ ബെയ്റൂത്തിൽ, അതിൻ്റെ പ്രതിനിധി ബെയ്റൂത്തിലെത്തിയിട്ട് ബെയ്റൂത്തിലുള്ള ഹമാസിൻ്റെ നേതാവുണ്ട് ഒസാമ ഹംദാനായിട്ട് ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. അതിൽ ഒസാമയോട് ഈ CNN പ്രതിനിധി ചോദിക്കുന്നു, എന്താണ് ബന്ദികളുടെ ഇപ്പോഴത്തെ അവസ്ഥ, എത്ര പേർ ജീവിച്ചിരിപ്പുണ്ടെന്ന് ചോദിച്ചു. ഒസാമ അതിന് കൊടുക്കുന്ന മറുപടി ഐ ഡോണ്ട് നോ ആൻഡ് നോബഡി നോസ് അബൌട്ട് ഇറ്റ് എന്ന് പറയുന്നു. ഈ മറുപടി ഇസ്രായേലി സമൂഹത്തിൽ അതിഭയങ്കരമായ പ്രകമ്പനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഐ ഡോണ്ട് നോ ആൻഡ് നോബഡി നോസ് അബൌട്ട് ഇറ്റ് എന്ന് പറയുമ്പോൾ എത്ര പേർ ജീവിച്ചിരിപ്പുണ്ട്, എവിടെയാണ് എന്ന് എനിക്ക് തോന്നുന്നത് ഹമാസ് ഉസാമ എടുത്തിട്ടുള്ള ഒരു അദ്ദേഹത്തിൻ്റെ ഒരു സൈക്കോളജിക്കൽ വാർ അറ്റംപ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത് ഇസ്രായേലി സമൂഹത്തിൽ ഭയങ്കര കോളുകളൊക്കെ ഉണ്ടാക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാം. ഹമാസ് തന്നെ ലേറ്റർ ഓൺ ഒരു പ്രസ്താവന ഇറക്കുന്നുണ്ട്. ഈ പറയുന്ന 4 ബന്ദികളെ മോചിപ്പിക്കാനുള്ള നുസൈറാത്ത് ഓപ്പറേഷൻ ഉണ്ട്. ആ നുസൈറാത്ത് ഓപ്പറേഷൻ നമ്മൾ മനസ്സിലാക്കണം, 247 മനുഷ്യരാണ് അതിൽ കൊല്ലപ്പെട്ടത്. 4 പേരെ മോചിപ്പിക്കാൻ വേണ്ടി 247 ആളുകൾ കൊല്ലപ്പെടുന്നത് വിത്തിൻ അവേഴ്സ്. അപ്പോൾ അതിനുശേഷം ഹമാസ് ഇറക്കിയ പ്രസ്താവനയിൽ നിങ്ങൾ 4 പേരെ മോചിപ്പിച്ചു, 4 പേരെ മോചിപ്പിക്കാൻ നിങ്ങളുടെ 5 പേരെ കൊന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഹമാസ് പ്രസ്താവനയൊക്കെ ഉണ്ട്. 247 ഫലസ്തീനികളെ നിങ്ങൾ കൊന്നു, നിങ്ങളുടെ തന്നെ 5 ആളുകൾ നിങ്ങൾ കൊന്നു, 5 പേരെ കൊന്നിട്ടാണ് നിങ്ങൾ 4 പേരെ മോചിപ്പിച്ചത് എന്ന ഹമാസ് പ്രസ്താവന. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന 4 പേരെ മോചിപ്പിച്ച യഥാർത്ഥത്തിൽ നെതന്യാഹുവിന് അതിഭയങ്കരമായ പൊളിറ്റിക്കൽ മൈലേജ് ലഭിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന കാര്യമായിരുന്നു. പക്ഷെ അത് വിപരീതമായിട്ടാണ് സംഭവിച്ചത് ഫലത്തിൽ വന്നപ്പോൾ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അതിനിടയിലാണ് ബൈഡൻ തന്നെ സ്വന്തം നിലയിൽ ഉണ്ടാക്കിയ ഒരു സീസ് ഫയർ പ്രപ്പോസൽ വരുന്നു. അത് സെക്യൂരിറ്റി കൗൺസിൽ പാസ്സാകുന്നു. അത് നടപ്പിലാക്കാനുള്ള സമ്മർദ്ദം വരുന്നു.
ഇങ്ങനെയെല്ലാം ചേർന്നിട്ടുള്ള ഒരു കയോട്ടിക് സിറ്റുവേഷൻ ഒരു യുദ്ധകാലത്ത് അവിടെ ഉണ്ട് എന്നുള്ളത് അസാധാരണമായ സംഗതിയാണ്. അപ്പോൾ ഇത് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് ഇതിനെ ഒരു ലോജിക്കൽ കൺക്ലൂഷനിലേക്ക്, ഇപ്പോൾ ഇന്നലെ നടത്തിയ സംസാരത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു ഉപയോഗിച്ചൊരു വാക്കുണ്ട്. അദ്ദേഹം സാധാരണ ഡിസ്മാൻഡലിംഗ് ഓഫ് ഹമാസ്, കംപ്ലീറ്റ് ഡെസ്ട്രക്ഷൻ ഓഫ് ഹമാസ് എന്നാണ് ഉപയോഗിക്കാറുണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ അദ്ദേഹം സെക്യൂരിറ്റി ക്യാബിനറ്റിന് ശേഷം നടത്തിയ സംസാരത്തിൽ പറയുന്ന വാക്ക് ഡിസ്മാൻഡലിംഗ്, യുദ്ധം അവസാനിക്കാൻ പോകുന്നില്ല അൻറ്റിൽ ഡിസ്മാൻഡലിംഗ് ഓഫ് ദ കേപ്പബിലിറ്റീസ് ഓഫ് ഹമാസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത് ഒരു റീതിങ്കിങ് അല്ലെങ്കിൽ ആശയക്കുഴപ്പം ഇസ്രായേലി ലീഡർഷിപ്പിൽ കൂടുകയാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. യെസ്, നിഷാദ്, ഈ സ്പ്ലിറ്റ് ഇനി ഇസ്രായേലിൽ ഒന്നുകൂടി രൂക്ഷമാകാനാണോ സാധ്യത? ഇനിയുള്ള നെതന്യാഹുവിൻ്റെ തീരുമാനങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? നമ്മൾ ഈ യുദ്ധത്തിൻ്റെ ഒരു തുടക്കം മുതൽ ഇങ്ങോട്ട്, അല്ലെങ്കിൽ ഈ ആക്രമണത്തിൻ്റെ തുടക്കം മുതൽ ഇസ്രായേലിൽ നിന്ന് കണ്ടുപിടിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംഗതി, ഇത്ര വൈകാരിക ആവേശത്തോടെയും ഹമാസിനും ഫലസ്തീനുകൾക്കെതിരെ അവർ യുദ്ധം ചെയ്യുമ്പോഴും അതിൻ്റെ നേതൃതലത്തിൽ കാണുന്ന ഒരു ശൈഥില്യമാണ്. എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം എന്നൊക്കെ അവർ വിശേഷിപ്പിക്കുന്ന ഒരു യുദ്ധത്തിലും അവരുടെ ലീഡർഷിപ്പിനെ അവിടുത്തെ നല്ല വിഭാഗം ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ഒരു ലെയറിലുള്ള ആളുകൾ വിശ്വസിക്കുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ നെതന്യാഹു നേരിടുന്ന ഏറ്റവും വലിയ ക്രൈസിസിൽ ഒന്നാമത് ഈ യുദ്ധം എങ്ങനെ കൊണ്ടുപോകണമെന്നും എങ്ങനെ അവസാനിപ്പിക്കണമെന്നൊരു ക്ലാരിറ്റി ഇല്ലായ്മ ഒന്നാമത്. രണ്ട്, അദ്ദേഹത്തിന് അതിന് ഒരു നിലയ്ക്കുള്ള പൂർണ്ണമായ പിന്തുണ ഉറപ്പാക്കാൻ കഴിയുന്നില്ല എന്നാണ്. നേരത്തെ ദാവൂദ് പറഞ്ഞ പോലെ 4 പേരെ മോചിപ്പിക്കുന്നു. 4 പേരെ മോചിപ്പിച്ചത് വലിയ കാര്യമായി അദ്ദേഹം സെലിബ്രേറ്റ് ചെയ്യുന്നു. അവരുടെ വീടുകളിൽ പോകുന്നു, അവരെ കണ്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നു. എല്ലാവരെയും മോചിപ്പിക്കൽ ഞങ്ങളുടെ ഉത്തരവാദിത്വവും ദൗത്യവുമാണ് എന്ന് പറയുമ്പോഴും പൂർണ്ണാർത്ഥത്തിലുള്ള കയ്യടി കിട്ടുന്നില്ല. കാരണം എന്താണ്? അതിൻ്റെ ഭാഗമായി 4-5 പേർ കൊല്ലപ്പെട്ടു. 200-ലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടതല്ല, 4-5 ആളുകൾ കൊല്ലപ്പെട്ടു. ആളുകളുടെ ക്വസ്റ്റ്യൻ, ആരെയും കൊല്ലാതെ 100-ലധികം ബന്ദികളെ മോചിപ്പിക്കാൻ കഴിഞ്ഞുവല്ലോ, ഒരു ഡീലുണ്ടാക്കിയിട്ട്. നിങ്ങൾ 4 പേരെ മോചിപ്പിക്കാൻ 5 പേരെ കൊല്ലുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ഓപ്പറേഷൻ്റെ ഗുണം? ഈ ഓപ്പറേഷൻ നമ്മുടെ ഒരു രാഷ്ട്രത്തിൻ്റെ സൈനിക വിജയമാണ് എന്ന് നിങ്ങളങ്ങനെ അവകാശപ്പെടും. കാരണം ഇത്രയും പേരെ കൊന്നിട്ടാണ് മരിച്ചതിലും കുറവ് ആളുകളെ മോചിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതേസമയം ആരും കൊല്ലപ്പെടാതെ നമുക്ക് ആളുകളെ മോചിപ്പിക്കാൻ ഡീലിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഡീലാണ് വേണ്ടതെന്നുള്ള ആവശ്യം ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നതോടെ ഈ ഓപ്പറേഷൻ്റെ വിജയം പൂർണ്ണാർത്ഥത്തിൽ സെലിബ്രേറ്റ് ചെയ്യാനോ അതിനൊരു PR-ന് ഉപയോഗപ്പെടുത്താനോ തൻ്റെ പൊളിറ്റിക്കൽ കരിയറിന് ഉപയോഗപ്പെടുത്താനോ സത്യത്തിൽ നെതന്യാഹുവിന് കഴിയുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേലിൻ്റെ ഒരു ഓപ്പറേഷനിടയ്ക്ക് ഇസ്രായേലിലെ മൊത്തം 10 സൈനികർ കൊല്ലപ്പെടുന്നത്. 8 പേരെ കൊന്നു ഹമാസ് തന്നെ പറയുന്നു. 2 പേര് ടാങ്ക് പൊട്ടിത്തെറിച്ച് കൊല്ലപ്പെട്ടു എന്ന് IDF തന്നെ പറയുന്നു. മൊത്തം 10 പേര് കൊല്ലപ്പെട്ടു. എങ്ങനെയായാലും കൊള്ളാം. അതിൻ്റെ പിന്നാലെയാണ് ഇത്രയും സമയം ഒരു ഡേ ടൈം മുഴുവൻ ഞങ്ങൾ വെടിനിർത്തി വെക്കാൻ പോവുകയാണ് ഒരു സ്മൂത്തായിട്ടുള്ള ട്രക്ക് ഓപ്പറേഷന് വേണ്ടി എന്ന് IDF പറയുന്നു. അപ്പോൾ ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് പ്രധാനമന്ത്രി ചോദിക്കുകയാണ് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു യുദ്ധത്തിൻ്റെ നിർണായക സന്ധിയിൽ. അപ്പോൾ ഇതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ആളുകൾ കൂടുതൽ ഇപ്പോഴും ആക്ച്വൽ കാഷ്വാലിറ്റി, IDF-ൻ്റെ കാഷ്വാലിറ്റിയെക്കുറിച്ച് ശരിയാമെന്നുള്ള വിവരങ്ങളുണ്ടോ എന്ന് വിചാരിക്കാൻ പറ്റില്ല. സൈന്യം അങ്ങനെ വിചാരിക്കുന്നുണ്ടാവും. നമ്മളെന്തിനാണ് ഇങ്ങനെ കിടന്ന് ഓവറാക്കി മെനക്കെട്ട് നമ്മുടെ ശേഷിയില്ലാതാക്കുന്ന ആളുകൾ കൊല്ലപ്പെടുന്നത്? കുറച്ചൊക്കെ ഒരു മയത്തിൽ പോകാമെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് അവരിപ്പോൾ ഒരു സീസ് ഫയർ സ്വയമേവ തീരുമാനിച്ചത്. ഇത്തരം ഒരു നിർണായക യുദ്ധത്തിൻ്റെ ഘട്ടത്തിൽ സൈന്യം തന്നെ തീരുമാനമെടുക്കുക. ഇനി സൈന്യത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന മന്ത്രിയും ഇദ്ദേഹവും തമ്മിലുള്ള നമുക്കറിയാത്ത ഇൻവിസിബിളായ തെറ്റലാണ് അതിൻ്റെ പിന്നിലെന്നുള്ളത് വേറെ കാര്യം. എന്തായാലും സൈന്യത്തെ പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തുകയാണ്. ഇത് ഒരു പട്ടാളത്തിൻ്റെ കയ്യിലുള്ള രാജ്യമല്ല, രാജ്യത്തിൻ്റെ കയ്യിലുള്ള പട്ടാളമാണ് എന്ന ഓർമ്മ വേണം എന്ന് പറയാം. ഇതൊക്കെ അപ്പോൾ എങ്ങനെയാണിത് അവസാനിപ്പിക്കേണ്ടത്, എങ്ങനെയാണിത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത പ്രശ്നമുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ച് ലോകത്ത് അവർ ഭീകരമായി ഒറ്റപ്പെടുകയും ചെയ്തു. ഹമാസ് എന്ന് പറയുന്ന സംഗതിയെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിയുന്നില്ല. ഇപ്പോഴും ബന്ദികളെ മുഴുവൻ മോചിപ്പിച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള സീരിയസ് ക്രൈസിസിനെ അഭിമുഖീകരിക്കുന്നു. അതുകൊണ്ട് സംഗതി അവിടെ നിന്ന് കാണുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ ഡിസ്റ്റർബിംഗ് ആണ്, നമ്മളെ പ്രയാസപ്പെടുത്തുന്ന ഒന്നാണെങ്കിലും ഇസ്രായേലിനെ ഇനിയിപ്പോൾ സഹായിക്കാൻ കൂടി രാജ്യങ്ങൾ തീരുമാനിച്ചാൽ പോലും അവരെ സഹായിക്കാൻ കഴിയാത്ത ഒരു ദുർഘട സന്ധിയിലാണ് രാജ്യമുള്ളതെന്ന് ഈ എപ്പിസോഡ് മുഴുവൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. യെസ്, അതാണ് എന്തായാലും യുദ്ധകാര്യ മന്ത്രിസഭ പിരിച്ചുവിടേണ്ടി വന്നത് അത് ഇസ്രായേലിലെ നേതൃതലത്തിലുണ്ടായ വലിയ പരാജയം തന്നെയാണ് എന്ന് വിലയിരുത്തേണ്ടി വരും. കൂടുതൽ പേരെ കൂട്ടി വീണ്ടും ഒരു യുദ്ധകാര്യ മന്ത്രിസഭ രൂപീകരിക്കാനുള്ള നീക്കങ്ങളൊക്കെ ഉണ്ടെന്ന് കേൾക്കുന്നു. പക്ഷേ എന്തായാലും ഈ പ്രതിസന്ധിയെ അത് എത്രത്തോളം ഇസ്രായേലിൽ രൂക്ഷമാകുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഈ വിഷയത്തോടു കൂടി ഇന്നത്തെ ഔട്ട് ഫോക്കസ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം. നമസ്കാരം.